പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ക്രിസ്തുവിൽ കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപവാസങ്ങളിലും ധ്യാനയോഗങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല മെസ്സേജുകളും നല്ല അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ അറിയിക്കുകയാൽ നിങ്ങളെല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന വിഷയം, മുന്തിരിച്ചക്കിനടുക്കിലിരുന്ന് ഗോതമ്പ് വിതച്ചതായിരിക്കുന്ന ഗിദെയോനെ നോക്കി യഹോവയുടെ ദൂതൻ പറയുന്നു, ഈ ബലത്തോടെ പോകാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവിന്റെ ശുശ്രൂഷകനായ ഗിദെയോൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, തന്നിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ തന്നിലൂടെ ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് യഹോവയായിരിക്കുന്ന ദൈവം തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ദാസനെ തെരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെ ദൈവം തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, അത് കൃത്യതയോടുകൂടെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ, കൃത്യതയോടുകൂടെ പ്രവർത്തിക്കാനുള്ള മനസ്സ്, അതിനുവേണ്ടി സമർപ്പിച്ച ജീവിതം, അർപ്പണബോധത്തോടുകൂടെ വിശ്വാസ ജീവിതത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് ആ അനുഗ്രഹീതനായിരിക്കുന്ന വ്യക്തി ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങി എന്ന് നമ്മൾ അറിയാം. കർത്താവിനാൽ വിളിച്ച് വേർതിരിച്ചതായിരിക്കുന്ന വ്യക്തികളുടെ മുഖം എങ്ങനെയായിരിക്കണം? നിന്റെ മുഖം വാടുന്നത് എന്ത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയതാണ്. നിന്റെ മുഖം വാടുന്നത് കയ്യനും ഹാബേലും അദാമിന്റെയും ഹൗവയുടെയും മക്കളാണ്. യഹോവയുടെ സന്നിധിയിൽ അവർ രണ്ടുപേരും ആരാധനയോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിക്കപ്പെട്ട നന്മയുടെ ഭാഗമായി അവർ സമർപ്പിച്ചുകൊണ്ട് യഹോവയ്ക്ക് ഒരു യാഗം കഴിക്കാൻ വന്നു. അതിൽ ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ഒരാളുടെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അവിടെ ആ യാഗത്തിൽ അനുഗ്രഹം പ്രാപിച്ചതായിരിക്കുന്ന ഹാബേൽ വാടിയതായിരിക്കുന്ന മുഖത്തോടുകൂടെ ആരാധന കഴിഞ്ഞ് പോയതായിരിക്കുന്ന കയ്യിനെയും നമ്മൾ കണ്ടു. ഇന്ന് അനേക വ്യക്തി ജീവിതങ്ങൾ ആരാധന കഴിയുമ്പോൾ എങ്ങനെ പോകുന്നു എന്ന് അവരെ നോക്കുമ്പോൾ നമുക്കറിയാം. അവരുടെ മുഖം ചിലപ്പം വാടിയിട്ടായിരിക്കും, നിരാശയായിരിക്കും, സങ്കടകരമായിരിക്കും. ഒരുപാട് വിഷയങ്ങളും ഒരുപാട് സങ്കടകരമായ അവസ്ഥകളുമായി ദേവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വരുന്ന വ്യക്തികൾക്ക് പലപ്പോഴും സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സകല ഭാരങ്ങളും യഹോവയിൽ വെക്കുക, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ കയ്യിന്റെ മുഖം വാടുകയാണ്. യഹോവ ചോദിച്ചതിന്റെ മുഖം വാടുന്നത് എന്താണ്? അപ്പോൾ ഒരു സുവിശേഷകന്റെ മുഖം വാടാൻ പാടില്ല. ഒരു വ്യക്തിയുടെ മുഖം വാടാൻ പാടില്ല. ആഹാരം കൊടുക്കുമ്പോഴും ഒരാൾ വീട്ടിൽ വരുമ്പോഴും വാടിയ മുഖത്തോടെ ആയിരിക്കരുത് അവരെ സ്വീകരിക്കുന്നതും അവരെ സൽക്കരിക്കുന്നതും. മടങ്ങിപ്പോകുമ്പോൾ അവരെ മടക്കി അയക്കുമ്പോൾ നമ്മുടെ മുഖം വാടുവാൻ പാടില്ല എന്നോ. ഒരുപക്ഷെ നമുക്ക് പിണക്കമുണ്ടായിരിക്കാം, വിദ്വേഷമുണ്ടായിരിക്കാം, നമ്മുടെ ഉള്ളിൽ മുൻ വൈരാഗ്യമോ ചിന്തകളോ ഒക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും അതൊരിക്കലും പുറത്ത് കാണിക്കാത്ത രീതിയിൽ ആയിരിക്കണമെന്നാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. നെഹമ്യാവിന്റെ മുഖം വാടി. അതെന്തുകൊണ്ടാണ്? ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ, ശോചനീയമായ അവസ്ഥ, നിന്നയിലിരിക്കുന്ന അവസ്ഥ, പരിഹാസത്തിലിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ ആ അവസ്ഥകളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജാവ്. നിന്റെ മുഖം വാടുന്നത് എന്ന് ചോദിച്ചു, നിനക്ക് ദീനമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, എങ്ങനെ മുഖം വാടാതിരിക്കും?
നാശയോഗ്യമായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ കിടക്കുന്നു. ഞങ്ങളുടെ വീടുകൾ തകർന്നു കിടക്കുന്നു. ചുവരുകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു. മതിലുകളെല്ലാം തകർന്നു കിടക്കുന്നു. അതിനെ പുതുക്കി പണിയുവാനും പുനരുത്ഥാനത്തിനും വേണ്ടിയൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതായിരിക്കുന്ന നെഹമ്യാവ് സങ്കടത്തോടുകൂടെ തന്റെ സങ്കടവേദനകള് രാജാവിന്റെ മുൻപിൽ പ്രസ്താവിച്ചു. രാജാവ് തന്റെ മുഖഭാവം കണ്ടിട്ട്, എത്ര ദിവസം വേണം, അത് ഞാൻ നിനക്ക് നൽകിത്തരും. ചില ദിവസങ്ങൾ താൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തില് വാടിയ മുഖത്തോടും വേദനയോടും കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഇടുങ്ങിയ അവസ്ഥകളെക്കുറിച്ചും ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥകളെക്കുറിച്ചും തകർന്നു കിടക്കുന്ന അവസ്ഥകളെക്കുറിച്ചും ഒക്കെ വ്യാകുലപ്പെട്ട് ജീവിതത്തിന്റെ ദിനരാത്രങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് നെഹമ്യാവിനോട് പറഞ്ഞത്, ഞാൻ അത് ഉദ്ധരിക്കുവാൻ, പുനരുദ്ധരിക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. വീട്ടിൽ വന്ന് തന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. സാധിപ്പിക്കുന്ന ദൈവമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന സൗഖ്യമാക്കും. അതുകൊണ്ടാണ് താൻ വിശ്വാസത്തോടുകൂടെ ചില ദിവസം ഉപവസിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ ഉപവസിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ദൈവ പൈതല്, ഒരു ദൈവദാസൻ കരയുകയാണ്, ഉപവസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കണ്ടവനായിരിക്കുന്ന ദൈവം രാജാവിന്റെ മനസ്സിൽ തുറക്കപ്പെട്ട തനിക്ക് വേണ്ട സഹായ ഹസ്തങ്ങൾ ലഭിക്കപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യതകളും വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് കടന്നു പോകുന്ന അവസ്ഥയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സമയമായിരിക്കുകയാണ്. ഇത് മാറ്റത്തിന്റെ സമയമാണ്. 2025 ഇതൊരു മാറ്റത്തിന്റെ ദിനമായി മാറുകയാണ്. മാറ്റത്തിന്റെ ദിവസങ്ങളായി മാറാൻ പോവുകയാണ്. ഈ വർഷം വിടുതലിന്റെ വർഷമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആണിക്കല്ലിടാം. വിശ്വാസത്തോടെ നമുക്ക് കല്ലുകൾ ഉറപ്പിക്കാം. ദൈവദാസനായിരിക്കുന്ന ശൗമേൽ പ്രവാചകൻ ഒരു കല്ല് നാട്ടിപ്പറഞ്ഞ്, യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ആ സഹായിക്കുന്ന ദൈവമാണ്. മൂന്നാമത്തെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്, ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. 1-ന്റെ 17 വായിക്കുമ്പോൾ അവിടെ ഹന്നയുടെ മുഖം വാടിയിരിക്കുന്നു. അതൊരു കുടുംബിനിയാണ്, ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു സഹോദരിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഈ മുഖം വാടുവാനുണ്ടായ കാരണം എന്താണ്? ഒരു വ്യക്തിയാണ് കാരണം. ആ വ്യക്തിയുടെ വാക്കുകളാണ്. പെനീന എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീട്ടിലുണ്ട്. ആ വീടുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും അവൾ കുറ്റം കണ്ടുപിടിക്കുന്നു, കുറ്റങ്ങൾ പറയുന്നു, വേദനിപ്പിക്കുന്നു, സംസാരിക്കുന്നു. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന സന്ദർഭങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് സന്തോഷമില്ലാതാക്കും. അങ്ങനെ വളരെ വേദനയോടെ അവൾ വാടി മുഖമായിട്ട് ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ആരാധനയ്ക്ക് തൊട്ട് മുൻപ്, ആളുകൾ വന്ന് ആരാധനയ്ക്ക് മുട്ടുമടക്കുന്നതിന് മുൻപ്, എലി പുരോഹിതൻ ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങൾ മേശപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ ഓരത്തിരുന്നു കൊണ്ട് അവൾ മുട്ടുമേലിരുന്നൊരു തീരുമാനമെടുത്തു. യഹോവയോടൊരു കാര്യം പറഞ്ഞു. യഹോവയും അവളും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കി. ആ കാര്യം അവൾക്ക് മാത്രമേ അറിയാവൂ. അവൾ പറഞ്ഞത്, എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ യഹോവയ്ക്ക് കൊടുക്കും. അതായിരുന്നു അവളുടെ നേർച്ച. നാളുകളായി മക്കളില്ലാതെ ഭാരപ്പെട്ട് അതിൻ്റെ നിന്ദയും വേദനയും സഹിച്ച് വീട്ടിലിരിക്കുമ്പോൾ, വീട്ടിലുള്ളവർ പോലും അവളെ ഒറ്റപ്പെടുത്തി പരിഹസിക്കുമ്പോൾ, അതിനൊരു മാറ്റത്തിന് വേണ്ടി അവൾ യഹോവയോടൊരു നേർച്ച നേർന്നു. എലി പുരോഹിതൻ വന്ന് ചോദിച്ചു, നീ വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ രാവിലെ? ഇല്ല, നീചസ്ത്രീയായിട്ട് എന്നെ വിചാരിക്കരുത്. ഞാൻ മനോവ്യസനമുള്ളവളാണ്, ഞാൻ കണ്ണുനീരോടെ ജീവിക്കുന്നവളാണ്, ദുഃഖത്തോടെ ഭവനത്തിലിരിക്കുന്നവളാണ്, ദുഃഖത്തോടെ നടക്കുന്നവളാണ്, ദുഃഖത്തോടെ ഞാൻ ഭക്ഷണം കഴിക്കുന്നവളാണ്, ദുഃഖത്തോടെ ഞാൻ കിടന്നുറങ്ങുന്നവളാണ്, ദുഃഖത്തോടെ ഞാൻ ഉടരുന്നവളാണ്. ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട്. 4 പേര് കൂടുന്ന സമൂഹത്തിൽ പോലും ചെല്ലുവാൻ കഴിയാത്ത വിധത്തിലുള്ള നൊമ്പരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്.
എന്നെ വേദനിപ്പിക്കുകയാണ്. നോട്ടത്തിൽ പോലും ആ വേദനകൾ കാണാൻ കഴിയും. വളരെ വേദനയോടുകൂടെ ആ നൊമ്പരങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ദൈവം തന്നെ കണ്ടു. എലി പുരോഹിതൻ പറഞ്ഞു, മകളെ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നീ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാൻ. ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ടും സമാധാനത്തിന്റെ സ്വാന്തനം കൊണ്ടും അവളെ ആശ്വസിപ്പിച്ച് അവളെ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവളുടെ മുഖം പിന്നെ വാടിയില്ല, വാടാത്ത മുഖം. ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, തീരുമാനമെടുത്തപ്പോൾ മുഖം മാറി, വാടി മുഖം മാറി. സൗന്ദര്യമുള്ള, പ്രഭയുള്ള, ശോഭയുള്ള മുഖമായി അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഒരു വിടുതലുണ്ട്, വിജയമുണ്ട്, സുനിശ്ചിതമായൊരു വിടുതലുണ്ട്. അതുകൊണ്ട് വാടിമുഖമായിട്ട് ഇന്ന് വരെ നടക്കുന്നെങ്കിൽ നമുക്ക് പ്രസാദത്തോടും പ്രസന്നതയോടും സന്തോഷത്തോടും ഉല്ലാസത്തോടും എപ്പോഴും സന്തോഷിപ്പിനും പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ദൈവം വചനത്താൽ സഹായിക്കട്ടെ. സമയപരിധിക്കുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഷ്ഠിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് സൗന്ദര്യമുള്ള മുഖമാണ്. സൗന്ദര്യമുള്ള മുഖം, വിളറിയ മുഖം, മൂടുപട ഇട്ട മുഖം, കരഞ്ഞ മുഖം. ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ആ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കണം. പഠനത്തിനായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരുണ്ട്, അവരെ അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിലായിട്ട് കർത്താവ് സ്വദേശത്തും വിദേശത്തും ഗൾഫിലും അത് യൂറോപ്പിലും അമേരിക്കയും നാടുകളിലുമൊക്കെയായി താമസിക്കുന്നവരുണ്ട്, പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി 2025 ചില കുടുംബങ്ങളിൽ ഉണ്ടാകണം, ചില വ്യക്തികളിൽ ഉണ്ടാകണം. ആ സന്തോഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം.